അസ്സലാമലൈക്കും. അഷ്മോളുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അഷ്മോൾ വരുമ്പോൾ ഞാൻ കുറച്ച് കട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കട്ലേറ്റിന് നമ്മൾ പൊട്ടറ്റോ നന്നായി വേവിക്കണം. കുക്കറിലിടാണ്. കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പൊട്ടറ്റോ കുക്കറിലിട്ട് ഒരു വിസിലടിക്കട്ടെ. ഒരു വിസിലടിക്കണം കേട്ടോ. പൊട്ടറ്റോ വേകുമ്പോൾ നമുക്ക് 2 സവോള വേണം, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി വേണം. ഈ ഇഞ്ചി നന്നായി കഴുകി സവോളയുടെ തൊലിയൊക്കെ എടുക്കട്ടെ. എടുത്ത് പൊട്ടറ്റോ വേവുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ടുണ്ടാക്കാം. അടുത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് തൊലിച്ചെടുക്കണം. ഇഞ്ചി അരിയൽ കഴിഞ്ഞു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. കട്ലേറ്റിലുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ കട്ലേറ്റിക്കുള്ള സാധനങ്ങളാട്ടോ: സവോള, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പില, പിന്നെ ബീഫ് വേവിച്ചെടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ സവോള വാടിയതിന് ശേഷമാണ്, ഏകദേശം വാടി വരുമ്പോഴാട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ സവോള ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചേർക്കുന്ന ചേരുവകളാണ് ഇതൊക്കെ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഒന്നുമില്ല കേട്ടോ, അതിൽ പെരിഞ്ചീരകം പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ലേറ്റിന്റെ ചേരുവ കേട്ടോ. നമ്മൾ മസാല സവോളയൊക്കെ നന്നായി വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് കട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കട്ലേറ്റ് നമുക്ക് ബീഫ് മിക്സിയിൽ അടിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഇടാൻ പോകും കേട്ടോ. നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പിടുകൊണ്ട് ഈ കട്ലേറ്റിൻ്റെ മസാലയിൽ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇടാൻ പറ്റുള്ളൂ. ഒരു ഇത്തിരി ഉപ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. മല്ലിയില ഇട്ടു. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയിട്ട് അപ്പോൾ നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ട്. അതൊക്കെ ഇവിടെ റെഡിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കുക. ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ.
നമ്മൾ ചേരുവ പൊട്ടറ്റോക്ക് മിക്സ് ചെയ്യാൻ പോവാട്ടോ. മിക്സ് ചെയ്യണം. അടുത്ത് നമുക്കൊരു ഇത്തിരി മൈദ എടുക്കണം കേട്ടോ. ഇത്തിരി മൈദ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ബ്രെഡ് കപ്സിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ മൈദയുടെ പാകം. നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ലൂസിൽ വേണം കേട്ടോ കലക്കിയെടുക്കാൻ. ഇവിടെ മുട്ട എടുക്കാറില്ല. മുട്ട എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ പിടിക്കും ആ കട്ട്ലേറ്റിൽ. നമ്മൾ മൈദയിലാണ് എടുക്കണമെങ്കിൽ ഒരിക്കലും കട്ട്ലേറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ചട്ടിനൊന്ന് ചൂടാക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടാക്കാം. അത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ പോകും കേട്ടോ. വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗം ആയിക്കൊണ്ടിരിക്കേണ്ടത്. ഞാനത് മറിച്ചിടുകയാണ്. എപ്പോഴും നമ്മൾ ഇരുമ്പിച്ചട്ടിയിൽ ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ലേറ്റ് റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് നമ്മൾ ഈ പുറം ഭാഗം ഫുള്ള് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഉമ്മച്ചുണ്ടാക്കിയ കട്ലേറ്റ് സൂപ്പറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അടിക്കുക. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.